പുഴക്കരയിൽ ആരും കാണുന്നില്ലല്ലോ. അപ്പന്നപ്പുരം വല്ല ഉദ്ദേശത്തിലാണോ? പോലീസ് എത്തില്ലേ മംഗലം? ആവോ. പോലീസ് അവരിപ്പൊ പോവും തമ്പുരാൻ. ചാലിക്കര കോളനിയിലെ 50 കുടിലുകൾക്ക് ഇപ്പൊ തീ പിടിച്ച് കാണും. ആ വിവരം ഇവിടെ എത്തിയ പോലീസ് വിടംപെട്ട് പറക്കും. കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ. അപ്പോ നീ വഴിതെറ്റി വന്നതല്ല. I will try, sir. Okay. അതെ മിസ്റ്റർ ജഗൻ, ചാലിക്കരയിൽ ഒരു കോളനി തീപിടുത്തം. ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഇവിടെ ഇനി പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ലെറ്റ് മീ ഗോ. നോക്കരുത്. ഈ വിഘ്നങ്ങൾ കണ്ടില്ല എന്നടിക്കുക. വരിക. മുമ്പോട്ട് പോവുക. തിരിഞ്ഞു നോക്കരുത്. ഈ ഉടവാൾ കയ്യിലുള്ളപ്പോൾ മനസ്സിൽ പോലും ഹിംസചിന്ത പാടില്ല. ഇങ്ങോട്ട് വരിക.
പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് എബിമാരെ കണക്കിനങ്ങോട്ട് പൂജ. കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ വന്നത് ആരെയും കൊന്നു പ്രതികാരം തീർക്കാനല്ല. ആയിരുന്നെങ്കിൽ തിരുവാഭരണങ്ങളുടെ കൂടെ തന്റെ തലയും ഞാൻ ഈ തറയെ വെച്ച് വാങ്ങുമായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കാൻ തന്നെ ഞാൻ വെറുതെ വിടുന്നു. പോ. നന്ദൻ, ഞാൻ തുടരുന്നെ. നീ എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തു, ചീറ്റ് ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് നീ എനിക്ക് തന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ പറയുന്ന കേൾക്കാനോ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നീ തയ്യാറായില്ല. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. നീ എന്നോട് ക്ഷമിക്കേ. നീ പുറത്തേക്കൊന്ന് കാണ്. എന്തിന്? എനിക്കൊന്നും കാണണം. അവിടെ കണ്ടോ നന്ദൻ, അവരിന്ന് എത്ര സന്തോഷത്തിലാണെന്നറിയാം. അതിന് കാരണക്കാരൻ നീ കൂടെയാണ്. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. കണിമംഗലത്തുകാർ അവിടുത്തെ കാക്കൽ സാഷ്ടാംഗം വീഴാൻ വന്നിരിക്കുകയാണ്. കാവിലമ്മയുടെ മുഖം തെളിഞ്ഞു. ഞങ്ങളുടെ ജീവിതവും. നന്ദി പറഞ്ഞ തീരില്ല തമ്പുരാൻ. വേണ്ട, നന്ദി പറയേണ്ടത് എന്നോടല്ല. ഞാനൊരു നിമിത്തം, ഒരു ഉപകരണം, ഒരു വെറും ബിനാമി.
ഇതാ നിൽക്കുന്നു നിങ്ങളുടെ തമ്പുരാൻ. ഈ മനുഷ്യനാണ് കോവിലകം വാങ്ങിച്ചത്. ഈ മനുഷ്യന്റെ നല്ല മനസ്സും ദയയും അതാണ് എല്ലാറ്റിനും കാരണം. അർഹിക്കുന്നതിലപ്പുറം ഒന്നും എനിക്ക് തരരുത്. നിങ്ങളുടെ അനുവാദം വാങ്ങി ഈ മണ്ണിൽ നിന്നും യാത്ര തിരിക്കട്ടെ. പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കൂടെ വിളിക്കുന്നു, ഒരു അനാഥ. പിന്നെ ആർക്കും വേണ്ടാത്തൊരച്ഛനെയും. എന്നെ അനുഗ്രഹിക്കണം. തമ്പുരാനെ, ഞങ്ങളുടെ തമ്പുരാനെ പോകരുതെന്ന് പറയുന്നു സാർ. അരുതെന്ന് പറയുന്നു സാർ. സാർ, മനസ്സിന്റെ നന്മകൊണ്ട് ഞങ്ങളുടെ തമ്പുരാൻ കോടീശ്വരനാണ്. തമ്പുരാനെ ഈ കണിമംഗലത്തിന് വേണം. പറയൂ സാർ. തമ്പുരാനെ, ഗോവിന്ദൻകുട്ടി ഇവിടെ കിടക്കും. എന്റെ നെഞ്ചത്തെ ഒട്ടി പോവാം. പോകരുത് തമ്പുരാൻ. ഇല്ല ഗോവിന്ദൻകുട്ടി, പോണം. പോയേ പറ്റൂ. പുറത്ത് കാറുണ്ട്, അതിലൊരു പെട്ടി പണോ രണ്ടും എടുത്തോളി. വേണ്ട ബാബു, ഒരുപാടുണ്ട് നിനക്ക് തരാൻ. ഇനി കടം കൂട്ടാൻ വയ്യ. ജഗൻ, ജഗൻ നിൽക്കാൻ, ജഗൻ നിൽക്കാനാ പറഞ്ഞത്. തമ്പുരാൻ, നീ പോകുന്നില്ല. ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. പാടില്ല ജഗൻ, നീ എന്നോട് ക്ഷമിക്കേ. നിനക്കെന്നെ അറിയില്ലടാ. ഞാൻ ചുമ്മാ കല്ലില് പോകേണ്ടത് ഞാനാ. നീ ഇവിടെ വേണം, ഇവരുടെയൊക്കെ തമ്പുരാനായിട്ട്. എടാ, മറക്കരുത്. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഓടി വരും. കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വരും. പുതിയ എബി മാത്യുമാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ പറഞ്ഞെത്തും. പറ, ഹണിമൂൺ എവിടെ? പാരീസ്, ആംസ്റ്റർഡാം, ഗ്രീസ്? അതിലെല്ലാം സുന്ദരം കണിമംഗലം. അതെനിക്ക് സമ്മാനിച്ച നിനക്ക് നന്ദി. 1000 നന്ദി. നോക്കും മൈനെ